ചൂടല്ലേ? അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കൃത്രിമ തണുപ്പല്ലേ, ശരിക്കും ചൂടല്ലേ? പ്രളയശേഷം ഒരു ജലകന്യകയാണ് പ്രളയവും, അതിനുശേഷം ജലകന്യകയും അല്ലെ? നല്ല പേര്, നല്ല ക്യാപ്ഷൻ. ഇനി ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇനി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അല്ലെ, എന്താണ് ഇതിലെ വേഷം? ഇതിലൊരു കള്ളന്റെ ക്യാരക്ടർ, കള്ളൻ. എന്തോ ചിരി വന്നുപോയി. ഒരു കള്ള ലക്ഷണം അല്ലേ? ഒരു കള്ള ലക്ഷണം. ഇതില് ഇവരുടെ ആശയുടെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്നൊരു കള്ളൻ. ആ കള്ളനെയും ആ വീട്ടിലെ കുടുംബിനിയായ ആശയെയും ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളാണ് പ്രളയശേഷം എന്ന ജലകന്യക മുന്നോട്ട് വയ്ക്കുന്ന ആശയം. മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പൊ സർക്കാർ കുറെ സിനിമകളുമായിട്ട് മുന്നോട്ട് വന്നു. എനിക്ക് തോന്നുന്നു നല്ല പ്രവൃത്തിയാണ് സർക്കാർ മുന്നിട്ടിറങ്ങി കുറെ സിനിമ. ഈ ഇടയ്ക്ക് അരികെ കുറെ സിനിമകൾ ഇങ്ങനെ വന്നോടാ, ഒന്നൊന്നായി സിനിമകൾ. സർക്കാർ ഒരു സിനിമ എടുക്കുമ്പോൾ ഗൂഗിളിലേക്ക് ഒരു കാഴ്ചപ്പാട്, എന്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്, സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടെങ്കിലും സർക്കാരിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടോ? ഒരു ആക്ടറാണ്. ഈയിടെയായിട്ട് അത് കാണുന്നുണ്ട്. സർക്കാർ പ്രൊമോഷനും കൂടി കുറച്ചും കൂടി തൂക്കം കൊടുക്കുന്നുണ്ട് പ്രൊമോഷനും. അതായത് ഈ പറഞ്ഞ പോലെ ഫ്ലെക്സുകളും ഇതേപോലെ പ്രൊമോഷൻ ആക്ടിവിറ്റീസും സാധാരണഗതി പണ്ടൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ സിനിമയ്ക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന പോലെ ഒരു പ്രൊമോഷനൊന്നും സാധാരണ ഒരു ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾക്ക് ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പം സർക്കാർ അതിനും കൂടി മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്. ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണം ഉണ്ടാവുമല്ലോ. ഒരു സർക്കാർ പ്രൊജക്റ്റാണ്, സർക്കാർ പ്രൊജക്റ്റിന് പൈസയുടെ കാര്യങ്ങൾ കുറവായിരിക്കാം, സബ്ജക്റ്റ് നല്ലതാകണം, എന്തെങ്കിലും നമുക്ക് പൈസ മാത്രമല്ല, നമ്മൾ ഒരു കലാകാരൻ പൈസ മാത്രം നോക്കിയല്ല ഒരു സിനിമയിലേക്ക് വരുന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ടായത്? ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സംവിധായകരായ മനോജ് ഏട്ടനും. കാരണം ഞാൻ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് നാടകത്തിലാണ്. ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. എന്നെ ആദ്യമായിട്ട് നാടകത്തിലേക്ക് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിപ്പിച്ചത്, എനിക്ക് അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് തന്നത്, അതിലൂടെ സിനിമയിലേക്കും എന്നെ ലീഡ് ചെയ്തത് മനോജ് ഏട്ടനും വിനോദ് ഏട്ടനുമാണ്. അപ്പോൾ അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. അതാണ് ഈ സിനിമയ്ക്ക് ഞാൻ കാണുന്ന സ്പെഷ്യാലിറ്റി. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ്. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഗുരുക്കന്മാരുടെ സിനിമയാണ്. അല്ല, ആ ഒരു ബന്ധം ഇപ്പോഴും കൊണ്ടുപോകുന്നുള്ളതാണ് അല്ലേ? കൊണ്ടുപോകുന്ന വെച്ചാൽ അത് പോയിട്ടില്ല, അത് പോവില്ലല്ലോ. അത് അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഇപ്പൊ അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധം നമ്മൾ കൊണ്ടുപോകേണ്ട അത് അല്ല, എല്ലാവർക്കും ഇങ്ങനെ കീപ്പ് ചെയ്യണമെന്നില്ല. വന്ന വഴി മറക്കുന്ന ഒത്തിരിയോ ആളുകളുണ്ട്. തലമുറന്ന് എണ്ണ തേക്കുമെന്ന് പറയും, ചൊല്ലുണ്ട്. അങ്ങനെയുള്ളവരുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തിട്ടത്. ആ വഴി ഇപ്പോഴും തുടർന്ന് പോകുന്നു. ആ ഗുരു ശിഷ്യൻ ബന്ധം ഇപ്പോഴും തുടർന്ന് പോകുന്നു. ഇപ്പോഴും നാടകത്തിലാണ് ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത്. ഇപ്പോഴും ഞാൻ ഏത് സിനിമ ജോയിൻ ചെയ്താലും ആ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഷോട്ടിന് മുന്നേ ഞാൻ മനോഹരനെ വിനോദിനെ വിളിക്കാം. ഇപ്പോഴും വിളിക്കാം. ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ അവരെടുത്തില്ലെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, മനോട്ട ഒരു പടം ജോയിൻ ചെയ്തു, തുടങ്ങാൻ പോവുകയാണ്, ദയമേക്ക് പിന്നെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിടും. ആ മെസ്സേജ് അവർ കാണുമ്പോൾ റിപ്ലൈ ചെയ്യാറുണ്ട്, ഓൾ ദി ബെസ്റ്റ് ചെയ്യും. അപ്പോൾ അത് എനിക്കൊരു കോൺഫിഡൻസ് ആണ്. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഭയം ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ഓവർകം ചെയ്യുന്നത് ഇവരോട് പറഞ്ഞിട്ടാണ്. എനിക്കത് പറഞ്ഞില്ലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവില്ല. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. അത് അല്ല, ഗൂഗിൾ അത് വലിയൊരു എന്താണ് അതിന് വാക്കുകൾ ഇരിക്കുന്നില്ല. ഗൂഗിളിൽ ആ ഒരു യാത്ര അങ്ങോളം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം കേട്ടോ. അത് തന്നെയാണ് വേണ്ട ഒരു കലാകാരൻ. വളർന്നു കഴിഞ്ഞാലും വളർച്ചയില്ലെങ്കിലും നമ്മളെ ആരാണ് കൈപിടിച്ച് വരുത്തി അവരുടെ പിന്നിലുള്ള ഒരു യാത്ര എന്ന് വെച്ചാൽ അത് സ്വർഗത്തിന് തുല്യമാണ് ഗോകുൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുരുനാഥന്മാർ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. മനോഹരൻ്റെ അമ്മയായും മനോഹരൻ്റെ അച്ഛനായാലും, എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും മനോഹരൻ്റെ ഭാര്യയെയും മനോഹരൻ്റെ റിലേറ്റീവ്സിനെയും എൻ്റെ റിലേറ്റീവ്സിനെയും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. ഗുരു ശിഷ്യന് മാത്രമല്ലാതെ ഞങ്ങൾ കുടുംബക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. അതിലൂടെ ഇപ്പം ഹരിയെ അറിയും. ഹരിനെയൊക്കെ മനോഹരനാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഹരിയെ കാണുന്നതിന് മുന്നേ തന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലോഹി സാറിനോടും അതുപോലെ ഹരിയോടും ഒക്കെ മനോഹരൻ പറഞ്ഞത് വെച്ചിട്ട് ഹരിയെ കാണുന്നതിന് മുന്നേ തന്നെ ഒരു അടുപ്പം, ഒരു മനസ്സിനോട് അടുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇദ്ദേഹത്തെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മുന്നേ തന്നെ. അപ്പം അത്
മനോട്ടിനും വിനോട്ടിന്റെ ഒരു അങ്ങനെയാണ് ആ ബന്ധം. യാത്രയിലാണ് എല്ലാ ബന്ധങ്ങളും. ഈ സിനിമ വരെ യാത്രയിലുള്ള യാത്രയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.